നിങ്ങളുടെ പേഴ്സൺ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, വാക്കാൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അവർക്ക് നിങ്ങളോട് സ്നേഹമാണെന്ന്. പക്ഷേ പെട്ടെന്ന് ഇപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാത്ത സ്ഥിതി, ഒരു സൈലൻസ് അവരുടെ ഭാഗത്ത്. എന്തുകൊണ്ടാണ്, എന്ത് ഒബ്സ്റ്റക്കിൾസാണ് അവർ ഫേസ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. കേട്ടോ, കാച്ച് ഷഫിൾട്ടാണേ. 9 ഓഫ് പെൻറ്റക്കിൾസ്, 6 ഓഫ് പെൻറ്റക്കിൾസ്, ഡെവിൾ, ഓക്കെ, 8 ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് പെൻറ്റക്കിൾസ്, ശരി, 9 ഓഫ് കപ്സ്, സ്ട്രെങ്ത്, ലവേഴ്സ്, 2 ഓഫ് വാൻസ്. ഓക്കെ, കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ കാർഡ്സ് എടുത്തത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ, കുറേ പേരുടെങ്കിലും പേഴ്സൺ മാരീഡ് ആണെന്ന് കാണുന്നുണ്ട് കേട്ടോ. കൺഫേം ആയിട്ടൊരു സ്ട്രോങ് ആയിട്ടൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ കാണുന്നുണ്ട്. 2 ഫോൺസ് ലോങ് ഡിസ്റ്റൻസിലാണെന്നും കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ ചിലരെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ജഗ്ലിങ്ങിൽ കൂടി അറ്റ് പ്രസൻറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നും കാണുന്നു. അവരവരുടെ കരിയറിലേക്ക്, തിരക്കുകളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടുന്ന സ്ഥിതിയിലാണ് എന്നും കാണുന്നു. ഓക്കെ, അവർക്ക് അവരുടെ കരിയറിലേക്ക് അറ്റ് പ്രസൻറ്റ് ഫോക്കസ് ചെയ്താൽ മാത്രമേ ഭാവിയിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടി ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ശ്രമിക്കുന്നത് ജോലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുടെ ലൈഫ് ഒന്ന് സെറ്റിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. പക്ഷേ അതിന് ആ പ്രോസസ്സിൽ അവർക്ക് ഒരു പക്ഷേ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ അങ്ങനെയൊക്കെ ലോൺ ഒക്കെ എടുത്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റിലാക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് വർക്കിലേക്ക് ഫോക്കസ് ചെയ്തേ പറ്റൂ എന്നൊരു സിറ്റുവേഷനാണ്. ഓക്കെ, അതേപോലെ കുറച്ചധികം നിങ്ങളെ വിട്ടു പോകാൻ പറ്റാത്ത അത്രയും കണക്ഷൻ നിങ്ങളുമായിട്ടുണ്ടെങ്കിലും അറ്റ് പ്രസൻറ്റ് കുറച്ച് ക്ഷമയോടെ വെയിറ്റ് ചെയ്താൽ മാത്രമേ പറ്റൂ എന്ന് കാണുന്നുണ്ട്. പലർക്കും ഫാമിലിയുടെ പ്രസൻസ് അവിടെ കാണുന്നുണ്ട്. ഒന്നുകിൽ അവർ മാരീഡാണ്, അല്ലെങ്കിൽ പാരൻ്റൽ പ്രഷർ, അങ്ങനെ ഒരു കാര്യം അവിടെ. സ്പൗസ് കുട്ടികളാണെങ്കിൽ അതൊരു ഒബ്സ്റ്റക്കിൾ തന്നെയാണ്. അവർക്ക് ആലോചിച്ച് മാത്രമേ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റൂ എന്നൊരു സിറ്റുവേഷനാണ്. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് തന്നെയാണ്. അവരുടെ ലൈഫിൽ അവർ പൊതുവേ ഹാപ്പി ആണെങ്കിലും നിങ്ങളുടെ ഒരു കുറവ് അവർക്ക് എന്നും എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് തന്നെയാണ് അവർ ഫീൽ ചെയ്യുന്നത് കേട്ടോ. അവർ മിണ്ടാതിരിക്കേണ്ടുന്ന സാഹചര്യം 2-3 കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഒന്ന്, അവരുടെ ഫാമിലിയുടെ പ്രസൻസ്, അത് പാരൻ്റൽ പ്രഷർ ആവാം, അല്ലെങ്കിൽ അവരുടെ സ്പൗസ് കുട്ടികളുള്ളതാവാം. അവർക്ക് കരിയറിലേക്ക് ഇപ്പോൾ ശ്രദ്ധിച്ചേ മതിയാകൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. നിങ്ങളുടെ ചിന്തകൾ അവർക്ക് ഡിസ്ട്രാക്ഷനാണ്, മനസ്സിലായില്ലേ. എപ്പോഴും അവർ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ആയി പോകുന്നു നിങ്ങളുടെ ചിന്തകൾ മാത്രം മനസ്സിൽ വരുമ്പോൾ. അപ്പോൾ അതിൽ നിന്നും അവർ മനസ്സ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ജോലി ഏറ്റെടുത്ത് ചെയ്യുകയും അങ്ങനെ കുറച്ച് സെൽഫിഷായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, പക്ഷേ കുറച്ച് ക്ഷമയോടെ വെയിറ്റ് ചെയ്യാനാണ് അവർ പറയുന്നത്. അവരുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തീർച്ചയായും വരും. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്ക് ഈ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ അങ്ങനെ തന്നെ തുടരുമെന്നാണ് കാണുന്നത്. കാരണം അവർക്ക് അവിടെ ഇട്ടെറിഞ്ഞു പോരാൻ പറ്റില്ല, അല്ലേ. ബാലൻസിൽ മാത്രമേ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് പ്രതീക്ഷിക്കും.